പരിചയമുണ്ടല്ലോ. ഏതാണ് ആയത്? ആലി ഇമ്രാൻ 190-91. ശീലത്തിലുള്ളതല്ലേ? നമ്മുടെ ശീലത്തിൽ ഉണ്ടാവേണ്ട ഭാഗമാണ്. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് മുതൽ ആലി ഇമ്രാൻ അവസാനം വരെ ശീലത്തിലുണ്ടാവേണ്ട ഖിറാഅത്ത് ആണ്. എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലേ? ഒരല്പനേരം കണ്ണടച്ചിട്ട് അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്കുണ്ടായ പ്രാർത്ഥന, നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ്. എന്തിനാണ്? നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് തിരിച്ചറിയുമ്പോ നരകശിക്ഷയിൽ നിന്ന് മോചനം തേടേണ്ടതിന്റെ ഔചിത്യം എന്താണ്? ഒന്ന് ആലോചിച്ചു നോക്കി. എന്ത് കാരണത്താലാണ് നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്നറിഞ്ഞപ്പോൾ നരകശിക്ഷയിൽ നിന്ന് എനിക്ക് മോചനം വേണം എന്നവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ അതിൽ കാവല് ചോദിച്ചത്. എന്തായിരിക്കും അതിന്റെ കാരണം? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളിൽ സംഭവിച്ച ഒരു കാര്യത്തെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് പറയുന്നത്. നമ്മൾ എന്താ വിചാരിച്ചത്? ഇത് കണ്ടിട്ട് നമുക്കങ്ങനെ ആയി നോക്കാം എന്നാണ്. ആയിക്കോട്ടെ, നമ്മൾക്കങ്ങനെ ആവാം, നമ്മൾ ദർജ കുറഞ്ഞവര്. ഇതെന്താ ശരിക്കും പറഞ്ഞത്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വ ഖുഊദൻ. അവരിങ്ങനെ പറയുന്നു എന്നാണ് അല്ലെ? അവരിങ്ങനെ പറയുന്നു, അവരുടെ മനോഗതം ഇങ്ങനെയായി മാറുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന തിരിച്ചറിവ്, നരകശിക്ഷയിൽ നിന്ന് മോചനം ആവശ്യപ്പെടാൻ പാകത്തിലുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ഉള്ളത് എന്ന തിരിച്ചറിവിലേക്ക് അവരെ എത്തിച്ചത്. അതാണല്ലോ അവര് കാവല് ചോദിക്കാൻ കാരണം. എന്തായിരിക്കും? ആർക്കെങ്കിലുമൊക്കെ വല്ല ഉത്തരങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് പറയണം. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. പറയാം. സൃഷ്ടി എന്ന ചിന്ത നരകം എന്നതിന്റെ സൃഷ്ടിപ്പിലേക്കും ചിന്ത കൊണ്ടുപോയത് കൊണ്ട് ആയതാവാം എന്നാണ് പറയുന്നത്. ഖദർ ബ്രേക്ക് ചെയ്തത് കൊണ്ട്. ഓക്കെ, എല്ലാവരുടെയും ഉള്ളിലൊക്കെ ഉത്തരങ്ങൾ ഉണ്ടാവും അല്ലേ? ഇപ്പോ മൗലവി ആമുഖത്തിൽ പറഞ്ഞില്ലേ, നമ്മള് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് പറയുന്നത് കേട്ടിട്ട് അതിന്റെ ആൾക്കാരാവരുത്. ഖുറാനെ കുറിച്ചാണ് തന്നെ പറയുന്നത്. ലം യഖിറു അലൈഹ സുമ്മൻ റംയാൻ. ഖുറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലദീന യദ്കുറൂനല്ലാഹ, അവര് റബ്ബന മാ ഖലഖ്ത എന്നൊക്കെ പറയുന്നു. എന്നാ ഞാനും ഇരുന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ നമ്മൾ ദിക്റുള്ളവരും ഫിക്റുള്ളവരും ആവുമോ? ആയത്തിൽ എന്താ പറയുന്നത്? നിന്നും കിടന്നും ഇരുന്നും അല്ലാഹുവിനെ ഓർക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ചിന്തിക്കുകയും ചെയ്യുന്നവർ. അവർ പറയുന്നുള്ളത് നമ്മുടെ വകയായിട്ട് അങ്ങക്ക് അവിടെ കാണൂല. റബ്ബ് നേരെ മനസ്സണ്ട് വായിക്കുക ചെയ്ത്. റബ്ബ് അവരുടെ മനസ്സ് നേരണ്ട് വായിക്കുക ചെയ്ത്. അവർ പറയുന്നൊന്നുമില്ല. അവരുടെ മനസ്സിൽ അപ്പം തന്നെ വന്നത് ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അപ്പൊ അവരുടെ മനസ്സിൽ വരുമല്ലോ, അപ്പൊ എന്റെയും മനസ്സിൽ വരട്ടെ, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. അങ്ങനെ വന്നാൽ ഞാൻ ദിക്റുള്ളവനാവോ ഫിക്റുള്ളവനാവോ?
ഉത്തരങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? നമുക്ക് ഇങ്ങനെ മൈക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, പറഞ്ഞോളൂ. ഉടമസ്ഥനെ അറിയാം, അല്ലെങ്കിൽ ഉത്തരങ്ങളിലേക്ക് തന്നെയാണ് അതൊക്കെ വരുന്നത്. തീർച്ചയായും അവർ ഈ സൃഷ്ടിപ്പിനെ നിരീക്ഷിച്ച് അത് വൃഥ അല്ല, ബാത്തിലല്ല എന്ന് തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ ഹക്ക് അവർക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ഇല്ലല്ലോ, എന്തിനിത് സൃഷ്ടിക്കപ്പെട്ടു എന്നതിൻ്റെ ഹക്ക് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇല്ലല്ലോ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ഹക്കിന് വല്ല മാറ്റമുണ്ടോ? ഉണ്ടോ? ഞാൻ നരകത്തിന് പോയാലും ഇല്ലെങ്കിലും ആ ഹക്കിന് വല്ല മാറ്റമുണ്ടോ? അത് ഹക്കായത് കൊണ്ട് ഞാൻ നരകത്തിന് പോവാതിരിക്കേണ്ടതുണ്ടോ? എവിടെയാണ് ഇതിന്റെ കണക്ഷൻ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും നടന്നും ഇരുന്നും കിടന്നും അവർ അല്ലാഹുവിന്റെ ദിക്റിലായിരുന്നവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അതേ ഭാവങ്ങളിൽ തന്നെ അല്ലേ, നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ചിന്തകളെ വായിച്ചപ്പോൾ അവർക്ക് ബോധ്യമാകുന്നത് ഇത് സൃഷ്ടിച്ചതല്ല എന്നാണ്. രണ്ട് കാര്യം, ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ബോധ്യമാവണമെങ്കിൽ നിർബന്ധമായും നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്താണ്? യതഫക്കഹു, ചിന്ത വായിക്കണം. ചിന്ത വായിക്കണം. എൻ്റെ മുറ്റത്ത് ഒരു ചെടി എൻ്റെ ഏതോ അശ്രദ്ധമായ ഒരു സമയത്ത് ഞാൻ കുഴിച്ചിട്ടു. ഞാനപ്പോ 2-3 ദിവസമൊക്കെ വെള്ളമൊഴിച്ചു കൊടുത്തു. ഒരാഴ്ചക്കായപ്പോ ഒന്ന് ഉഷാറായി. കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ വലിയ ബേജാറിന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ ചെടി ഇങ്ങനെ വാടി നിൽക്കുന്നു. എന്നെ ഒന്നും ഓർമ്മപ്പെടുത്തുന്നില്ല. അല്ലേ? ആ സൃഷ്ടിയിൽ എനിക്കുള്ള പങ്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കുക. അങ്ങേയറ്റം നൈപുണ്യമുള്ള ഒരു കലാകാരൻ അയാളുടെ കലാപ്രകടനങ്ങൾ നടത്തുന്ന സദസ്സിലേക്ക്, സ്റ്റേജിലേക്ക് അദ്ദേഹത്തിന്റെ സഹായിയായി എന്നെ ഒന്ന് വിളിച്ചാൽ എനിക്കുണ്ടാകുന്ന രോമാഞ്ചം അല്ലേ? ആരാണ് സൃഷ്ടികർത്താവ്? ആരാണ് ഖാലിഖ്? ഖാലിഖിന് എന്റെ എന്ത് ആവശ്യമുണ്ട്? ഖാലിഖിന് എന്റെ എന്ത് ആവശ്യമുണ്ട്? പക്ഷേ ഒരു ചെടിയെ തണ്ട് നിവർത്തി നിൽക്കാൻ നീ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് സൃഷ്ടിപ്പ് എന്ന് പറയുന്ന ഈ മഹാവിസ്മയത്തിന് നീ ഒന്ന് എന്റെ കൂടെ കൂടി നോക്ക്. നിനക്കതിന് അധികാരമുണ്ടോ ആരെങ്കിലും കൂട്ടിച്ചേർക്കാൻ? ഇല്ല. സൃഷ്ടിപ്പിൽ പങ്കാളികളെ ഉണ്ടാക്കാൻ നിനക്കധികാരമില്ല. പക്ഷെ എനിക്ക് വിളിക്കാലോ, എനിക്ക് കൂടെ കൂട്ടാലോ. ആരെ? അള്ളാഹ്ക്കാരി കൂടെ കൂട്ടാലോ. എന്നെ ചിന്തിപ്പിക്കുന്നില്ല. എന്റെ ഓഹരിയെ കുറിച്ച് അതെന്നിൽ ഓർമ്മകൾ ഉണ്ടാക്കുന്നില്ല.
ഈ സൃഷ്ടിപ്രപഞ്ചത്തെ റബ്ബേ നീ ബാത്തിലായി സൃഷ്ടിച്ചതല്ല. എനിക്കങ്ങനെ എന്റെ ബേജാറും പറഞ്ഞ് കടന്നു പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല ഇതൊന്നും ഉള്ളത്. ഇതിനൊക്കെ കൃത്യമായ ഒരു ഹക്ക് ഉണ്ട്. ഹക്കിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് അല്ലെ? ഒരു കടമ കൂടിയുണ്ട്. ബാത്തിലല്ലെങ്കിൽ പിന്നെ അതെന്താണ്? ഹക്കാണ്. ഹക്കിൽ ഒരു കടമ കൂടിയുണ്ട്. എന്നെ ബാധിക്കുന്ന കടമ, എനിക്ക് വേണ്ടി ലഭിക്കുന്ന കടമ, എന്റെ മേൽ ബാധ്യതയാകുന്ന കടമ ഹക്ക്. അതും ഹക്കന്നെ അല്ലെ? നിന്റെ കണ്ണിന് നിന്റെ മേലൊരു ബാധ്യതയുണ്ട് അല്ലെ? നിന്റെ കണ്ണിന് നിന്റെ മേൽ ചില കടപ്പാടുകളുണ്ട്, കടമകളുണ്ട്, നീ ചെയ്തു കൊടുക്കേണ്ട. അപ്പൊ ബാത്തിലല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ സൃഷ്ടിപ്പിന് പിന്നിലുള്ളത് ഹക്കാണ്. ആ ഹക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ അതിന്റെ കൂടെ ഇല്ലല്ലോ. എന്റെ നമസ്കാരവും എന്റെ നോമ്പും എന്റെ ഹജ്ജും എന്റെ സക്കാത്തും ഒക്കെ ചുരുട്ടിക്കൂട്ടി അങ്ങ് വലിച്ചെറിയും, ഒക്കെ വലിച്ചെറിയും. ദിക്റിലായവൻ അതാണ് തിരിച്ചറിഞ്ഞത്. ദിക്റിലായവൻ അതാണ് തിരിച്ചറിഞ്ഞത്. അവനിൽ നിന്ന് ആത്മഗതം എന്നോണം അള്ളാഹുവിലേക്ക് ഉയർന്ന ദുആ, ദുആ അവിടെ നിൽക്കുന്നില്ല. അറിയാലോ എത്ര ഖേദത്തോടെയാണ് അവർ ആ ദുആ കണ്ടിന്യൂ ചെയ്യുന്നത്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. എന്താണ് അവരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായി അവർ മനസ്സിലാക്കുന്നത്? അവൻ സ്വയം ലാലിമായതിനെ തിരിച്ചറിയുന്നു അല്ലെ? ഒരു സൃഷ്ടി വ്യവസ്ഥയുടെ ഹക്ക് തിരിച്ചറിഞ്ഞാൽ താൻ തന്റെ പൊസിഷൻ ലാലിമിൻ്റെതാണല്ലോ എന്ന് തിരിച്ചറിയുന്നു. ലാലിം എന്ന് പറഞ്ഞാൽ ആരാ? അതില് ചെയ്യാത്തവൻ. ഒരു കാര്യത്തോടൊരു അതില് ഒരു നീതി ചെയ്യാതെ വരുമ്പോൾ അവൻ ലാലിമാകുന്നു. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ആ സുരക്ഷ നരകശിക്ഷയിൽ നിന്ന് നമുക്കൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ഹക്കിന് മുന്നിലും ആ ഹക്ക് നമ്മളെ ഉണർത്തുന്ന നമ്മുടെ കടമയെക്കുറിച്ച്, നമ്മുടെ അദലിനെ കുറിച്ച്, അതിനോട് ദുൽമ ചെയ്യാത്ത ഒരു ജീവിതം കൊണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്താൻ നാം സന്നദ്ധമാകേണ്ടതുണ്ട്. ആ സന്നദ്ധതയുള്ളവർ മാത്രമാണ് തഫക്കുറിലേക്ക് പോകേണ്ടതുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ജഹാലത്തിന് വല്ല ഇളവുണ്ടെങ്കിൽ അതേണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാല്ല. ഫിക്ർ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് തഫക്കുർ ചെയ്യുക എന്നത്. ഇവിടെ ഇന്ന് പറയപ്പെടാൻ പോകുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ഒരു ഹക്ക്, അത് ഹക്കാണ്. അതിപ്പോൾ പറഞ്ഞു തരാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാനാണ്. പറയപ്പെടുന്നതിൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവാതെ പോകുന്നുണ്ടെങ്കിൽ ആ മനസ്സിലാവാത്തത് എൻ്റെ വാക്കുകളാണ്. നിങ്ങൾക്ക് തുടരാം. ഹക്കിവിടെ ബാക്കിയാണ്. ഹക്ക് അള്ളാഹുവുമായി ഈ അനുഭവ ലോകത്ത് ബാക്കിയാണ്. നിങ്ങൾക്കതിൻ്റെ ശരി തേടി പോകാം. അഥവാ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നുള്ളതല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അവന്റെ സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കത് മനസ്സിലായത്. നിങ്ങളിൽ തഫക്കുർ സംഭവിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹപ്രകാരം നിങ്ങൾക്കതിന്റെ ഹക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എനിക്കൊരു പങ്കുമില്ല നിങ്ങളുടെ പ്രാർത്ഥനകളിലെ പങ്കാളിത്തമല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് സഹായകമാകുന്ന ചില നുറുങ്ങുകൾ. ഇവിടെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കണമെന്നൊന്നുമില്ലല്ലോ അല്ലേ? മസിലൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാം റിലാക്സ് അല്ലേ? ഓക്കെ. കുറച്ച് നുറുങ്ങുകൾ ഇങ്ങനെ പറഞ്ഞു പോകും. എന്തിനാ ഇയാളത് ഇങ്ങനെ പറയുന്നതെന്നൊന്നും വിചാരിക്കണ്ട. അതങ്ങനെ കേൾക്കുക. അവസാനം ഇതിലൊക്കെ കാര്യം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്.
ഇതെന്താണ്? അത്തി അല്ലേ? അത്തിയെ കുറിച്ച് ഖുർആൻ എന്തും പറയണ്ട. അല്ലേ? നമ്മളെപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു കാര്യം ഇസ്ലാമികാണോ ഇസ്ലാമികല്ലേ എന്ന് തിരിച്ചറിയുക. ഒരു കാര്യം അല്ലേ, പല വിഷയങ്ങൾ വരുമല്ലോ. എപ്പോഴും ഫത്വ വെച്ച് പോകേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഒരുപാട് വിളികൾ വരാറുണ്ട് ഫത്വ ചോദിച്ചിട്ട്. എന്താ കാര്യം? വല്ലാത്തൊരാഗ്രഹമാണ്, അത് ഇസ്ലാമികമാണോ? രണ്ട് വാക്ക് പറയാം, ഒന്നുകിൽ ഇസ്ലാമികം അനിസ്ലാമികം, അല്ലെങ്കിൽ ഇസ്ലാമികേതരം, മതേതരം എന്നൊക്കെ പറയാൻ പോലെ ഇസ്ലാമികേതരം. എന്താണ് ഒരു കാര്യം ഇസ്ലാമികമാകാനുള്ള മാനദണ്ഡം? ഖുർആൻ പറഞ്ഞിട്ടുണ്ടാവുക, അംഗീകരിച്ചിട്ടുണ്ടാവുക അല്ലേ? ഖുർആൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഒരു സാമാന്യമായ ഒരു ബോധ്യം ആണല്ലോ. വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടാ? ഖുർആൻ ഒരു കാര്യം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഖുർആൻ എന്നതിൽ സുന്നത്തും ഹദീസും ഒക്കെ പെട്ടു അല്ലേ? അതിന്റെ എല്ലാ ആദരവുകളോടെയും അതൊക്കെ പെട്ടു. ഹക്കിൽ അധിഷ്ഠിതമാകുക. അപ്പൊ ഹക്ക് എന്നത് വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും അല്ലേ? വേറെ ഇതെന്താ? അറിയില്ലേ? വെറുതെ അറിയില്ല, വെറുതെ എല്ലാ വില കൂടുന്നത്. തേങ്ങ അല്ലേ? തെങ്ങ്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട ഖുർആൻ? ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ തേങ്ങ എന്നാണ്. സമ്മതിക്കോ? എല്ലാ തർക്കത്തിലേക്ക് പോകും. വിഷയം അതി ഇസ്ലാമികാണെന്നുള്ളതിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. തർക്കിക്കാൻ വന്നാൽ നമ്മൾ മലർത്തിയടിക്കും. എന്താ കാരണം? നമ്മുടെ കയ്യിൽ പത്തീനി മസ്ജിദ് എന്നുള്ള സൂറത്തുണ്ട്. തെങ്ങ് ഒരഭിപ്രായം, ഫാക്കിഹത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തെങ്ങ് ഖുർആനിലുണ്ട്, അതുകൊണ്ട് ഇസ്ലാമികമാണ്. സമ്മതിച്ചോ എല്ലാവരും? വേറൊരു അഭിപ്രായം, തെങ്ങ് ഖുർആനിലില്ല, അതുകൊണ്ട് ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്. രണ്ടഭിപ്രായമായിരുന്നു. നീണ്ടോ? എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാണ്. പടച്ചല്ലോ, അതെങ്ങനെ കിട്ടും? അപ്പൊ നല്ലത് ഇസ്ലാമികമാണ്, ചീത്ത അനിസ്ലാമികമാണ്. നോക്ക, ഒരു ക്ലാരിറ്റി വേണം ഇപ്പൊ ഇതിലെന്തായാലും. ഇതിങ്ങനെ പറഞ്ഞു പോയ കാര്യമില്ല, കാരണം ഇത് അടിസ്ഥാന പ്രശ്നമാണ്. ഇസ്ലാമികാണെങ്കിൽ പിന്നെ ആരെങ്കിലും നമ്മളോട് ഉപദേശിക്കണം, അത് സ്വീകരിച്ചോളാം, വേണ്ടല്ലോ. അനിസ്ലാമിക എന്ന് ഉറപ്പായാൽ അത് ഒഴിവാക്കാനും നമ്മളോട് ആരും പറയണം. പക്ഷെ ഇതെങ്ങനെ തീരുമാനിക്കും? അത് എങ്ങനെ തീരുമാനിക്കും? അപ്പോ അതി ഇസ്ലാമികൊന്നും അത് അനിസ്ലാമികൊന്നും ടൈറ്റിൽ കൊടുത്തപ്പോ എങ്ങനെ ഉണ്ടാവും? അതാ പുതിയ വാദങ്ങളാണ്. തെങ്ങിനെ നമ്മൾ വിടൂലതാ. തെങ്ങ് ഭൂമിയിലുള്ളതാണ്. ഭൂമിയിലുള്ളത് കൊണ്ട് തെങ്ങ് എന്താണ്? ഇസ്ലാമികമാണ്. അത് സമ്മതിക്കില്ല. അനിസ്ലാമികം എന്നുള്ള വാദം സമ്മതിക്കില്ല. പറയണ്ട, ഞാൻ വേറെ ആർക്കെങ്കിലും. പ്രമാണത്തിൽ എന്തായാലും തെങ്ങില്ല, അതുകൊണ്ട് ഞാൻ സമ്മതിക്കൂല. തെങ്ങും കുലു വസ്ത്രപൂ എന്തൊക്കെ വ്യാഖ്യാനങ്ങള്! ഇങ്ങനെയാണ് പണ്ഡിതന്മാരും ഇമാമന്മാരും കിതാബുകളൊക്കെ ഉണ്ടായില്ലേ. അതൊന്ന് അനുഭവിച്ചോളി. ഇങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാവുക. കേട്ടാ? അതൊക്കെ ശരിക്കും ഷബാബ് ഇന്ന് വരുമ്പോ പറഞ്ഞു, നമ്മള് സാധാരണ ചെയ്യാറുള്ള പോലെ സമ്മാനം വാങ്ങാൻ മറന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ സമ്മാനം കൊടുക്കേണ്ട കേസാണ്. കുലു വസ്ത്രപൂ എന്ന് ഖുർആനിലുണ്ട്. ഇതിൽ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്. ഒരു കാര്യം ഇസ്ലാമികമാകുന്നതിന്റെ വഴി.
അല്ലേ? ഇതൊന്നും ശരിയല്ല എന്ന് നമ്മൾ ഉള്ളു പറയുന്നുണ്ട് അല്ലേ? ഒക്കെ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും ഇതൊന്നും ശരിയല്ല. എങ്ങനെ ഇപ്പൊ ഒരു കാര്യം ഇസ്ലാമികം എന്ന് പറയാം, എങ്ങനെ ഇപ്പൊ ഒരു അനിസ്ലാമികം എന്ന് പറയാം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. എന്താണ് ആ ആ അതെ, അങ്ങനൊക്കെ വ്യാഖ്യാനിച്ച് നമ്മൾ എന്ത് ചെയ്യും? തെങ്ങിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇസ്ലാമികമാക്കി എടുക്കും. അങ്ങനെ എടുക്കുന്നത് ആരൊക്കെയോ അതിനാണ് ഇസ്ലാമികം എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലേ നമുക്ക് അങ്ങനെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നത്. ആരൊക്കെയോ അതിനാണ് ഇസ്ലാമികമെന്ന് മനസ്സിലാക്കി പോകുമോ എന്ന പേടി കുടുങ്ങിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇസ്ലാമികമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നത് എന്നത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉദാഹരണം എടുത്തത്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്, എല്ലാ ശരികളിലും തെങ്ങ് ഇസ്ലാമികമാണ്. പക്ഷെ നമ്മൾ അത് തീരുമാനിക്കാൻ എടുത്ത രീതി ശരിയല്ല. ആ രീതി ശരിയല്ല. വളരെ സിമ്പിളായി ഖുർആൻ പറയുന്ന ഒരു സംഗതിയാണ് ഇത്. എവിടെ നിന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോ ഈ ആയത്തൊക്കെ? വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂഹു. അതിന് സമാനം അതിന്റെ സമ്പൂർണമായ വചനം ആരോഗ്യ ഈ ഭാഗം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. ഫുള്ളായിട്ടല്ല, അത് തുടക്കമല്ല അവസാനമല്ല, നടുവാണ്. ഓതണം നിർബന്ധമൊന്നുമില്ല കേട്ടാ, അല്ലെങ്കിൽ ഓരോന്നുള്ളൂ. ഒരു വർക്കത്തിന് വേണ്ടിയുള്ള ചെയ്യലാണ്. എന്താണ് അതിന്റെ അർത്ഥം? വമാ ആതാകുമുർ റസൂൽ, റസൂല് നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഫഖുദൂഹു, നിങ്ങൾ അതിനെ എടുത്തുകൊള്ളുക, അതിനെ എടുത്തുകൊള്ളുക. വമാ നഹാകും അൻഹു ഫൻതഹൂഹു, അവിടുന്ന് നിങ്ങളോട് എന്തെങ്കിലും വിലക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ വെടിയുക. വളരെ സിമ്പിളാണ് ഈ പ്രിൻസിപ്പിൾ, വളരെ സിമ്പിളാണ്. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യും? അപ്പൊ ഒന്നുകിൽ രണ്ട് സാധ്യതയെ ദുനിയാവിലുള്ളൂ. ഒന്നൊരാൾ കൊടുന്നില്ല. അതിനിപ്പോ സാധനങ്ങളാണെങ്കിലും കൺസെപ്റ്റ് ആണെങ്കിലും ഒരു സാധനങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഖുർആനിൽ പറയുന്നത്. അവിടെയുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുക, അതിലാണുള്ളത് മനസ്സിലാവുക. അപ്പോ ഒന്നുകിൽ ആളുകൾ കൊടുന്നരും, അല്ലെങ്കിൽ കിട്ടുന്നതിനെ വിലക്കും. അപ്പൊ ഇതിന് എന്ത് സമീപനം സ്വീകരിക്കണം? എടുക്കണമെങ്കിൽ അത് ഇസ്ലാമികമാവണം. ഇസ്ലാമിക അല്ലാത്തതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോ നമ്മുടെ കൈ നമുക്കൊരാൾ ഒരു സംഗതി തരികയാണ്, അതിലൊരു വസ്തു തരികയാണ്, അതിലൊരു കൺസെപ്റ്റ് തരികയാണ്, ഒരു സംഗതി തരികയാണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? അത് അള്ളാഹു റസൂൽ വഴി തന്നതാണോ? തന്നതാണെങ്കിൽ, ഒന്നാമത്തെ ഉത്തരം, തന്നതാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? സ്വീകരിക്കാം എന്നാണോ? സ്വീകരിക്കണം അല്ലേ? തന്നതാണെങ്കിൽ സ്വീകരിക്കണം. പക്ഷെ ആള് കൊണ്ടുവന്ന് തന്നു, നമ്മൾ നോക്കുമ്പോൾ റസൂലുള്ള അത് കൊണ്ടുവന്ന് തന്നിട്ടില്ല. അപ്പൊ എന്തായിരിക്കും നിലപാട്? പറയാ, റസൂല് തന്നിട്ടില്ല, വേറൊരാള് തന്നതാണ്. അപ്പൊ എന്തായിരിക്കും നിലപാട്? എടുക്കാമോ? എടുക്കണോ? ഒഴിവാക്കണം? അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. നോക്കണം, ഈ തന്നതിനെ റസൂല് വിലക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. വേറെ ആള് തന്നതാണ്, റസൂല് തന്നതല്ല. പക്ഷെ ഈ തന്ന സാധനം നഹാക്കും എന്നതിൽ പെടുന്നുണ്ടോ എന്ന് നോക്കണം. പെടുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല.
പെടുന്നില്ലെങ്കിലോ? വമാനഹാക്കും, നബി വിലക്കിയതിൽ പെട്ടിട്ടില്ല, അപ്പോഴോ എടുക്കാം അല്ലെ? എടുക്കണം എന്നുണ്ടോ? ഇല്ല. സ്വരങ്ങൾ വളരെ പ്രധാനമാണ്. എടുക്കണം എന്നില്ല, എടുക്കാം. നബി തന്നതല്ലെങ്കിലും എടുക്കാം. ഒരാളെ നമ്മളോട് പറയാണ് അത് ചെയ്യാൻ പറ്റില്ല, അപ്പൊ എന്തായാലും പാടെടുക്കും. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ്. ഒരാളെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്ക് ചെയ്യാതിരിക്കണം നമ്മള്. ഇല്ല, അത് ചെയ്യാൻ നബി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. അത് ചെയ്യാൻ നബി പറഞ്ഞിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം. ചെയ്യാൻ നബി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നബി തങ്ങൾ കൊണ്ടുവന്ന ഒരു സംഗതിയാണെങ്കിൽ, അത് വേറൊരുത്തൻ വിലക്കിയാലും നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ കൂടെ ഉണ്ടാവും. അത് നേരെ മറിച്ച് വേറൊരുത്തൻ പറഞ്ഞു എന്ത്, മോരും അല്ലെങ്കിൽ തൈരും മീൻകറിയും കൂടി ഒരുമിച്ച് കഴിക്കണ്ടെന്ന് പറഞ്ഞു, എടുക്കാൻ പറ്റുമോ? വിലക്കാണ്. റസൂലുള്ള വിലക്കിയിട്ടില്ല. അപ്പോ വേണമെങ്കിൽ വിലക്കാം, വേണ്ടെങ്കിൽ കുറ്റം ഉണ്ടാവും. നമുക്ക് ഇല്ല, കുറ്റം ഉണ്ടാവാത്തൊരു സാധനം കൊണ്ട് ശരീരത്തിന് ദോഷം ഉണ്ടാവുമോ? അതുകൊണ്ട് അപ്പോൾ എടുക്കുകയും ചെയ്യാം, എടുക്കാതിരിക്കുകയും ചെയ്യാം. എല്ലാ ഫത്വകളും എപ്പൊക്കെ നിങ്ങൾക്ക് ഫത്വ വേണമെന്ന് ഉള്ളിൽ തോന്നണ അപ്പൊക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കുറേ അറിവുള്ള ആളുകൾ രക്ഷപ്പെടും. കാരണം എന്താ? അവർ ഈ ചോദ്യം കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇടങ്ങറായിട്ടിരിക്കുക. ചോദ്യങ്ങൾ പറയണമെങ്കിൽ ഈ പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ജീവിതത്തിലുടനീളം ഏതാണ് ഇസ്ലാമികം, ഏതാണ് ഇസ്ലാമികേതരം എന്നത് നമുക്ക് തന്നെ സ്വയത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. ഇതൊരു പ്രിൻസിപ്പിൾ അങ്ങനെ ഉള്ളിൽ വേണം, എന്നാലേ ചില ഹക്കൊക്കെ നമുക്ക് തിരിയുള്ളൂ. ഇനി വേറൊരു കാര്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ചില നുറുങ്ങുകളാണ്, അതുകൊണ്ടൊക്കെ നമുക്ക് വലിയൊരു മുറുക്കൊക്കെ ഉണ്ടാക്കണം. എന്താണ്? അളവ് തൂക്കങ്ങൾ. അളവ് തൂക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോന്നും ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ? അളവ് തൂക്കങ്ങൾ എന്താണ് അറബിയിൽ അതിനെ പറയുന്നത്? അളവ് തൂക്കങ്ങൾ എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ? അൽ മീസാൻ. പറയണ്ടേ? കൈല്. അൽ കൈലു വൽ മീസാൻ അല്ലെ? അൽ കൈൽ എന്ന് പറഞ്ഞാൽ അളവുകൾ, മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കം. ശ്രദ്ധിക്കുക, ബോർഡ് മറ്റ് 1 ലിറ്റർ. 1 ലിറ്റർ എന്ത്? എന്തെങ്കിലും പറയും. 1 ലിറ്റർ വെള്ളം. വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ കുടിച്ചോളിട്ടാ. ചുപ്പ് കുടിച്ചു, അതുകൊണ്ടാണ് ഓർമ്മയില് അല്ലേ? 1 ലിറ്റർ വെള്ളം. ചിലര് ഒരിക്കതുപോലെ പെണ്ണുങ്ങളോട് ചോദിച്ചപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു. അതിൻ്റെ ഇപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയാൻ ക്ലാസ്സിൽ വരുന്നതിൻ്റെ മുന്നേ വെളിച്ചെണ്ണയുടെ ബോട്ടിൽ മൂടിയിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രസങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഏറ്റവും അടുത്ത അനുഭവത്തിലുള്ള സാധനമായിരിക്കും. 4 കിലോഗ്രാം 4 കിലോഗ്രാം 3 മീറ്റർ 3 മീറ്റർ 24 മണിക്കൂർ. എന്താ ഈ ചങ്ങായിക്ക് പറ്റിയെന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. 7 ദിവസം. ഇങ്ങനെ 2 കളറിലാ വരണ കേട്ടോ. ആ കളർ ഉള്ളി ഇരിക്കണേ. ഉള്ളി കയറാനാണ് ഇതൊക്കെ ഈ കളർ കൊടുക്കുന്നത്. കളറുകൾക്കൊരു സാമ്യത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. 7 ദിവസം 12 മാസം. 12 മാസം ക്രമം തെറ്റാതെ പറയാൻ പറ്റുന്നവരൊന്ന് വേഗം കൈവയ്ക്കേ. ചെല്ലി വയ്ക്കിട്ട് കൈവക്കണ്ട, പെട്ടെന്ന് കൈവയ്ക്കണം. താങ്കളൊന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞാൽ മതി. നിങ്ങൾ പറയും, നിങ്ങൾ ഏതിനാ കൈവയ്ക്കാതെ പറയും. റമദാൻ കഴിഞ്ഞാൽ
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഓക്കെ. 12 മാസം, 64 വർഷം അല്ലേ? വെറുതെ ഇങ്ങനെ ഇട്ടിക്കാണ്. ഇപ്പൊ അതിങ്ങനെ ആലോചിച്ച്, എന്നാലും ഒന്ന് ആലോചിച്ചിരിക്കാൻ. 64 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 64 വർഷം എന്നുള്ളത്, 64 വർഷം എന്നുള്ളത് ഞാൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? മെന്റലിസ്റ്റുകളുണ്ട് അതില്. ഒരു പുരുഷായുസ്, ജീവിതായുസ്. മെന്റലിസ്റ്റിലാരില്ലേ? ഞാൻ എന്താ വിചാരിച്ചെന്ന് പറയാം? ആരാ? എന്റെ വയസ്സ് ഞാൻ ഉദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സാണ്. 64. ഇപ്പൊ ഉള്ളില് എതിര് അഭിപ്രായം തോന്നുന്നവരൊന്ന് കൈവയ്ക്കേ. വെരി ഗുഡ്. ചോദിക്കണോട്ടാ, സമയം കിട്ടുമ്പോ. എന്തുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കണ്ട. 64 വർഷം. ഓക്കെ. ഇതില് ഇസ്ലാമികമായ അളവ് തൂക്കങ്ങൾ ഏതൊക്കെയാണ്, അനിസ്ലാമികമായ അളവ് തൂക്കങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം 1. പ്രിൻസിപ്പിൾ നേരത്തെ തന്നിട്ടുണ്ട് എങ്ങനെ തീരുമാനിക്കണം എന്നത്, അല്ലേ? നമുക്കാണെങ്കിൽ നിർദ്ദേശമുണ്ട്. എന്താണ് നിർദ്ദേശം? എന്താ നിർദ്ദേശം? രണ്ട് സ്ഥലത്ത് ഖുർആനിൽ ഇതിങ്ങനെ നിർദ്ദേശമായിട്ടുണ്ട്. ഒന്ന് നമ്മളോട് മൊത്തത്തിലും, പിന്നൊന്ന് ഷുഐബ് നബി സമൂഹത്തോട് പറയുന്ന ഒന്നുണ്ട്. ഈ ആയത്തൊക്കെ ഓദിപ്പിക്കണം എന്റെ രീതി അനുസരിച്ച്. ഇത് സമയം കിട്ടുമെന്ന് അറിയാത്തോണ്ട് ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾ പൂർത്തീകരിക്കണം അൽ കൈല വൽ മീസാൻ, അളവും തൂക്കവും, ബിൽ ഖിസ്ത്, കണിശമായ നീതിയോടെ. ഇത് നമുക്കുള്ള നിർദ്ദേശമാണ്, അല്ലേ? അപ്പൊ അളവും തൂക്കം വേണ്ടേ? നമുക്ക് അളവും തൂക്കം വേണ്ടേ? വേണം. അത് ഇസ്ലാമികമാവണ്ടേ? ആവണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ഇസ്ലാമികമായ അളവുകൾ ഏതൊക്കെയാണ്, ഇസ്ലാമികേതരമായ അല്ലെങ്കിൽ അനിസ്ലാമികമായ അളവുകൾ ഏതൊക്കെയാണ്? ഞാനിങ്ങനെ ഉത്തരം പറയാം, അപ്പൊ അതിന് കൈവയ്ക്കാൻ മതി. അങ്ങനെ 2 എണ്ണം ഇതിലില്ല, ആകെ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു കഴിയും. അങ്ങനെ 2 കാറ്റഗറി ഇല്ല. ഓക്കെ, 2 കാറ്റഗറി ഉണ്ട് എന്ന് ഉറപ്പുള്ളതെന്ന് കൈവയ്ക്കും. അതുമില്ല, ഒരാളുണ്ട്. ഓക്കെ. ഇനിയിപ്പോ എന്താ, ഭൂരിപക്ഷ ആൾക്കാർക്ക് ഇപ്പൊ എന്താണ് അറിയില്ല എന്നാണോ? അത് ഞാൻ ചോദിക്കില്ല. എന്തെങ്കിലും ഒരു അറിവ് വേണോ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നിങ്ങളായിട്ട് തീരുമാനിച്ചോളെ. ഇതിപ്പോ റസൂൽ അല്ല കൂടുന്നത്, ഞാനാ കൂടുന്നത്. എന്ത്? ലിറ്റർ, കിലോഗ്രാം, മീറ്റർ, മണിക്കൂർ, ദിവസം, മാസം, വർഷം ഞാനാ കൂടുന്നതെന്ന് വിചാരിച്ചോളെ. അപ്പൊ ആദ്യം നോക്കേണ്ടത് എന്താണ്? റസൂല് അല്ല, വില എടുക്കണമെങ്കിൽ ആദ്യം നോക്കണ്ടേ വിലക്കിയിട്ടുണ്ടോ എന്നാണ്. ലിറ്റർ പാടില്ലാന്നോ, മണിക്കൂർ പാടില്ലാന്നോ, ദിവസം പാടില്ലാന്നോ, വർഷം പാടില്ലാന്നോ, കിലോഗ്രാം പാടില്ലാന്നോ അള്ളാന്റെ റസൂല് വിലക്കിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് എടുക്കാം എന്നുള്ളിടത്ത് എത്തണുള്ളൂ, അല്ലേ? അതുകൊണ്ട് എനിക്ക് എടുക്കാം എന്നുള്ള നിലപാടായിട്ട് ഈ സാധനമായിട്ട് ജീവിക്കാൻ പറ്റും. ഇവിടെ എടുക്കാം എന്നാണോ, എടുക്കണം എന്നാണോ? ഇതിൽ ജീവിക്കണമെങ്കിൽ വേണ്ടിയ നിലപാട്. എന്താ കാര്യം? ഇത് റസൂല് ലിറ്റർ പഠിപ്പിച്ചിട്ടുണ്ടാ? ഇല്ല. റസൂല് കിലോഗ്രാം പഠിപ്പിച്ചിട്ടുണ്ടാ? ഇല്ല. അപ്പൊ അങ്ങനത്തെ കുറിച്ച് നമ്മൾ വേണമെങ്കിൽ എടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് വിട്ടിട്ട് അങ്ങനെ എടുക്കാം എന്നുള്ള നിലപാടും വെച്ചിട്ട് അങ്ങാടിക്ക് പോകാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അതാണ് അത് തൊട്ടത്തേച്ചിരിക്കുന്നു. ഇത് അള്ളാന്റെ റസൂല് തന്നതല്ലെങ്കിലും നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ചിലതിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ റസൂല് തന്നിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഇത്
ഖദറിന്റെ ഉപ്പായാണ് ഇടാൻ പറഞ്ഞില്ല റസൂല്? ഇല്ല. പക്ഷെ ഇത് ധരിക്കുമ്പോ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? അത് ശ്രദ്ധിക്കണം. ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ രൂപഭാവം കൊണ്ട് തന്നിട്ടില്ല എങ്കിലും നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അതിനെ നിങ്ങൾ എടുക്കുമ്പം പാലിക്കേണ്ട ചില അദബുകള്, മര്യാദകള്, നിയമങ്ങള്, താല്പര്യങ്ങള് റസൂലുള്ള വഴി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിരിക്കണം ഇതിന്റെ വക്താക്കൾ അല്ലേ? അപ്പൊ ലിറ്ററിന്റെ വക്താക്കൾ ആരായിരിക്കണം? നാട്ടിലെ ഒരു വെളിച്ചെണ്ണ കച്ചവടക്കാരനുണ്ട്. 1 കിലോ വെളിച്ചെണ്ണ 900 ഗ്രാമിന് തൂക്കി കൊടുക്കുള്ളൂ അയാള്. ആദ്യം അല്ല പ്രശ്നം വേണ്ടത് ആ വിഷയം നമുക്കല്ലേ? അല്ലേ? എന്തിപ്പോ അയാള് 1000 ഗ്രാം തൂക്കാതെ അയാളെ പാടായി നോക്കാൻ പറ്റുമോ? ഔഫു എന്നതിന് രണ്ടർത്ഥം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഫ എന്നാണ്. ശ്രദ്ധിക്കണം, തിരുത്താൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. ഇവിടെ എന്തും വിളിച്ചു പറയാനുള്ള ധൈര്യത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അറബി ആർക്കൊക്കെ അറിയാവുന്ന ആദ്യം തന്നെ ഞാൻ ഗ്യാരണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടാ. ഓക്കെ. വഫ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക എന്നാണ് അല്ലേ? വഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഗതി, വാക്ക്, കരാറ്, അതൊക്കെ അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഔഫ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കിക്കലാണ്. ശരിക്കും പൂർത്തിയാക്കിക്കുക എന്നൊരു പണിയും കൂടിയല്ലേ ഞാൻ എന്നെ കൊണ്ട് പൂർത്തിയാക്കിക്കണം. ആദ്യം എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ? അവര് അളന്ന് ഇങ്ങെടുക്കും അല്ലേ? വളരെ ക്രിസ്തും ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാകുന്ന നോക്കും. അങ്ങോട്ടാണ് കൊടുക്കണ വെച്ചെങ്കില ഒരു പിടുത്തം വരും അല്ലേ? അങ്ങനെ പിടുത്തം വരാതെ ആദ്യം ഞാൻ എന്നെ കൊണ്ട് ചെയ്യിക്കണം. ഔഫു, നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്ക്. അൽക്കൈല വൽ മീസാൻ, അളവും തൂക്കം വരും. അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, വേറൊരുത്തൻ ചെയ്യുന്നില്ല. എന്നോടുള്ള കൽപ്പന എന്താണ്? ചെയ്യിക്കുന്നാണ്. ആരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടാ? ഇല്ല. എന്തിനെ ചെയ്യിക്കണമെന്നേ ഉള്ളൂ. എന്തിനാണ്? അളവിനെയും തൂക്കത്തെയും. ഇതെവിടെ കിടക്കുന്നത്? ഇത് മാർക്കറ്റിലാണ് കിടക്കുന്നത്. അതിനിപ്പോ ഞാൻ പറഞ്ഞിട്ട് പൊടി കുത്തിരുന്നാലും ഇതിനൊക്കെ പോകാൻ പറ്റുമോ? എന്നോടുള്ള കൽപ്പന പൂർത്തീകരിപ്പിക്കുക. കണിശവും ശക്തവുമായ നിലയിൽ അളവ് തൂക്കങ്ങളെ നീ പൂർത്തീകരിപ്പിക്കുക. അത് ആരെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കണം? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പിന്നെ ആരൊക്കെയാണോ അത് തെറ്റിക്കുന്നത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ ഉണ്ടാവും കുറെ കാര്യങ്ങൾ. നേർക്ക് നേരെ അള്ളാഹിന്റെ റസൂലുകൾ കൊണ്ടുവന്ന സാധനങ്ങളാവൂല. നേരെ മറിച്ച് അത്തരം കാര്യങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ പാലിക്കേണ്ട അള്ളാഹുവിന്റെ താല്പര്യത്തെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഇസ്ലാമികമാകുന്നത് ആ കൽപ്പന, ആ താല്പര്യം അവിടെ പാലിക്കപ്പെടുമ്പോഴാണ്. ആ താല്പര്യം പാലിക്കപ്പെടാതെ ആകുമ്പോൾ അത് ഇസ്ലാമികേതരം അല്ലെങ്കിൽ അനിസ്ലാമികം ആകും. ക്ലിയർ അല്ലേ? ഇടയിൽ ഞാനിങ്ങനെ സമയം തരുന്നത് ഇത് കയറാനാണ്. അപ്പൊ ആ സമയം തരുമ്പോ ഇനിയിപ്പോ എന്താ പറയണതെന്നല്ല ആലോചിക്കണ്ടേ, ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് ആലോചിക്കാനാണ് ഈ സമയം തന്നെ. മനസ്സിലായില്ലേ? നമ്മൾ നിങ്ങൾക്കൊരു സാധനം നിരോധിച്ചിട്ടുണ്ട്, പേപ്പറും പേനി അല്ലേ? അതിന്റെ സമയമാണ് ഈ തരുന്നത്, ആ എഴുതാനുള്ള സമയമാണ് ഈ തരുന്നത്. അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കുമ്പോ ഇനിയിപ്പോ എന്താ ചെങ്ങായി പറയുക എന്ന് ചിന്തിക്കരുത്. ഇപ്പൊ എന്താ ചെങ്ങായി പറഞ്ഞ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക കേട്ടാ. ഇതിന്റെ കളറിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് നീല കളറിന്റെ സമാനത? എന്താണ്? എങ്ങനെ? അളവാണ്. അപ്പോ മറ്റേതോ? ചുവപ്പോ? തൂക്കോ? അല്ല, ശരിയാവില്ല അല്ലെ? എന്താണ് നീല? എന്താണ് ചുമപ്പ്? എന്താണ് നീല? ഒരു 4, 3, 24, 7, 12, 64 എണ്ണം.
എണ്ണം. ഓക്കെ. ലിറ്റർ, കിലോഗ്രാം, മീറ്റർ, മണിക്കൂർ, ദിവസം, മാസം, വർഷം. എന്താണ്? ഒന്നുകിൽ അളവ് അല്ലെങ്കിൽ തൂക്കം അല്ലേ? മലയാളത്തിൽ ഇപ്പൊ രണ്ടിനും കൂടി എന്താ പറയാ? അല്ല, അളവും തൂക്കമാണ്. ലിറ്റർ എന്താണ്? അളവാണോ? തൂക്കം അല്ലേ? കിലോഗ്രാമും തൂക്കാണ്. മീറ്റർ, മണിക്കൂർ, ദിവസം, മാസം, വർഷമൊക്കെ അളവാണ്. ക്ലിയർ അല്ലേ? വർഷം എന്നുള്ളത് ഒരു അളവല്ലേ? തൂക്കാണോ? അല്ല. 3 മീറ്റർ തുണി, മീറ്റർ എന്നുള്ളത് അളവാണ്. ആ 3 മീറ്റർ തുണി 300 ഗ്രാം ആണെന്ന് പറഞ്ഞാൽ ഗ്രാം എന്താണ്? തൂക്കാണ്. അപ്പൊ തൂക്കം, അളവ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഓർമ്മയിലേക്ക് ഇങ്ങനെ വരുത്തണം. അപ്പൊ ഈ നീല കളറൊക്കെ എണ്ണമാണ്, മറ്റതൊക്കെ അളവ് അല്ലെങ്കിൽ തൂക്കമാണ്. ഞാൻ പറയണ അതിന് തൽക്കാലം, ഇനിയിപ്പോ ഭാഷയിൽ അങ്ങനെ ഇല്ലെങ്കിലും തൽക്കാലം നമുക്ക് പറയാം, ഇത് എണ്ണമാണ്, അത് ഒരു കണക്കാണ്. പറ്റുമോ? ഇതൊക്കെ ഒരു എണ്ണമാണ്, മറ്റത് ഒരു കണക്കാണ്, ഒരു ക്ലിപ്തമായ അളവുള്ള ഒരു സാധനമാണ് അല്ലേ? അറബിയിൽ നീല കളറിൽ വന്ന സാധനങ്ങൾക്കൊക്കെ എന്ത് പറയും? അൽ അദദ് എന്ന് പറയും. ആ വാക്ക് മറക്കരുത്, അതാവശ്യമാണ്. അൽ അദദ്. മറ്റതിന് ചുവപ്പ് അക്ഷരത്തിൽ വന്നതിനൊക്കെ അൽ ഹിസാബ് എന്ന് പറയും. മീറ്ററിന്റെ ഹിസാബ് ഏത് ഹിസാബിലാണ് കണക്കാക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന് വിട്ടുപോകണില്ലല്ലോ, എന്താ പ്രശ്നം? വെളിച്ചെണ്ണ 2 കാര്യമുണ്ട്. ലിറ്ററിൽ കൊടുക്കുന്നവരുണ്ട്, കിലോയിൽ കൊടുക്കുന്നവരുണ്ട് അല്ലേ? അപ്പൊ ഏത് ഹിസാബിലാണ് കണക്കാക്കുക എന്ന് വെച്ചാൽ ലിറ്ററിലാണോ കിലോയിലാണോ എന്നാണ് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം. എന്നാൽ എത്ര കിലോ എന്ന് ചോദിച്ചാലോ അത് എണ്ണത്തിലേക്കാണ് പോവുക. 2 കിലോ, 3 കിലോ, എത്ര കിലോ എന്ന് ചോദിച്ചാൽ അത് എണ്ണത്തിലേക്കാണ് പോവുക. അപ്പൊ ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. 64 വർഷം, വർഷം എന്നത് ഹിസാബാണ്. 64 എന്നതോ എണ്ണം ആണ്. 7 ദിവസം, ദിവസം എന്നത് ഹിസാബാണ്. 7 എന്നത് അദദാണ്. 24 മണിക്കൂർ, മണിക്കൂർ എന്നത് ഹിസാബാണ്. 24 എന്നത് അദദാണ്. ഒന്നോർത്ത് പറഞ്ഞ അൽ അദദു വൽ ഹിസാബ്. മനസ്സിലായോ എന്താന്നുള്ളത്? അദദ് എന്താണ് എന്ന് മനസ്സിലായോ? ഹിസാബ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. നീ എത്ര പത്തിരിയാ കഴിച്ചത്? രണ്ടാമത്തെ പുറത്ത് 2 പത്തിരി തന്നെ കഴിച്ചേ? നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ഉഷാറായി. നിങ്ങൾ നമ്മളെ ഇതിലേക്ക് എത്തുന്നില്ല. പിറകിലല്ലോ നമ്മളെ കൂടെ തന്നെ ഇല്ലേ? അതത് മനസ്സിലായ ഹിസാബ്. ഓക്കെ. അൽ അദദു വൽ ഹിസാബ് എന്നത് നമുക്ക് വരാനുള്ള ഒരു ഖുർആനിക പ്രയോഗം കൂടിയാണ് എന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തിട്ട് അത് മനസ്സിലേക്ക് വരുത്തുന്നത്. ഓക്കെ. ഇനി അത് വിട്ടല്ലേ? വിട്ടാ? വിട്ടില്ലേ? അടുത്തേക്ക് പോട്ടെ? വിട്ടില്ലേ? വിട്ടോ? വിട്ട്. അതന്നെ പ്രശ്നം. വിടരുതല്ലോ. അത് വിട്ടാ പിന്നെ എങ്ങനെയാ ഞാൻ അടുത്തേക്ക് പോവുക? അടുത്തേക്ക് എത്തുമ്പോ വരും. അതിനാണ് വിട്ടത് വെച്ചെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ വിടരുത് കേട്ടോ, അല്ലാതെ വിടരുത്. ഓക്കെ. എന്താണ്? എന്തൊക്കെയാണ് ഓർമ്മയിൽ വരുന്നത് എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ വെക്കും. പിന്നെ 64 വയസ്സാക്കിയവരൊക്കെ ഉണ്ട് ഇപ്പൊ ഇതിൽ. പ്രായത്തിൻ്റെ എണ്ണവും കണക്കും അല്ലേ?
ഇതിന്റെ സെഷനുകൾ ആരെങ്കിലും ഒരാളെ കയ്യിലുണ്ടാവുമല്ലോ അല്ലേ? ബ്രേക്ക് ടൈമൊക്കെ പാലിക്കണം കേട്ടാ. അള്ളാന്റെ അനുഗ്രഹത്തിൽ മൊബൈലും വാച്ചും ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇതിമ കയറിയിട്ടുള്ളത്. പ്രായത്തിന്റെ എണ്ണവും കണക്കും. അദദു സിനീന വൽ ഹിസാബ്. ഇതിലെ രണ്ട് വാക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെ? അദദും ഹിസാബും. പഠിക്കാത്ത വാക്ക് ഏതാ? സിനീൻ. സിനീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലയാളത്തിൽ നിങ്ങൾക്ക് എടുക്കാലോ. ഏതാ? പ്രായം അല്ലെ? പ്രായം, കാലം, വർഷം എന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പറയുന്നവരുണ്ട്. ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഒന്നെന്നെ ആവും. തർക്കിക്കാനൊന്നും നിൽക്കണ്ട. സംഗതിയൊക്കെ അവസാനം ഒന്നല്ല. പ്രായത്തിന്റെ എണ്ണവും കണക്കും. അദദു സിനീന വൽ ഹിസാബ്. പറയാൻ തയ്യാറുള്ളവരൊന്ന് കയ്യോക്കിയേ. ഓക്കെ, ഉള്ളില് പറഞ്ഞാൽ മതി അല്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ നേരിട്ടിട്ടില്ല. എന്താ? ആരുമില്ല. ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടാ? കയ്യൊക്കെ ആരുമില്ല. ഈ ചോദ്യം എല്ലാവരും നേരിട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ചോദ്യം? ഈ ആഴ്ചയിൽ എത്ര ദിവസം കഴിഞ്ഞു? ഇനിയിപ്പോ ഇന്നേതാ ദിവസം? ഇന്ന് ശരിയല്ലേ? അപ്പൊ ഈ ആഴ്ചയിൽ എത്ര ദിവസം കഴിഞ്ഞു? പല ഉത്തരം ഉണ്ടായി. ഒറ്റ 6 അല്ലേ? 6 എന്നുള്ള ഉത്തരം അല്ലാത്ത ആൾക്കാരില്ല. എത്ര? 5. കഴിഞ്ഞു. അപ്പൊ ഇനി 7ാമത്തെ ദിവസം ഏതാ? അപ്പൊ മനസ്സിലായി. നിങ്ങൾ എന്നാ ആഴ്ച തുടങ്ങിയ? നിങ്ങളെ 1ാമത്തെ ദിവസം ഏതാ? 5. ഇവിടെ ആരാ 5 പറഞ്ഞു? 1ാമത്തെ ദിവസം ഏതാ? തിങ്കൾ. 6 പറഞ്ഞു ഒരാൾ പറഞ്ഞു. 6 നിങ്ങൾക്ക് 6 അല്ലേ? 1ാമത്തെ ദിവസം ഏതാ? ഞാൻ. പ്രശ്നം മനസ്സിലായില്ലേ? രണ്ടാളെ ഉത്തരം ഒന്നാണ്. ഒരാൾ പറഞ്ഞു ആഴ്ചയിൽ 5 ദിവസം കഴിഞ്ഞു പോയി. എന്താ കാരണം? തിങ്കളാഴ്ചയാണ് 1ാമത്തെ ദിവസം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. 5 കഴിഞ്ഞു പോയി, 6ഇല്ല. ഒരാൾ പറഞ്ഞു 6 ദിവസം കഴിഞ്ഞു പോയി. എന്താ കാരണം? ഇനിയിപ്പോ ഇവരെ ഉത്തരം ഒന്നാക്കണം എന്ന് വിചാരിക്കുക. എന്താ മാർഗമുള്ളത്? ഇവരുടെ ഉത്തരം ഒന്നാക്കണം. വെറുതെ എന്താണ് അതിന് വഴി? ചോദ്യം മാറ്റാൻ ഒരു നിർവാഹമില്ല. ഈ ആഴ്ചയിൽ എത്ര ദിവസം കഴിഞ്ഞു? ചോദ്യം ഫിക്സഡ് ആണ്. മാഷറയിലെ ഹിസാബിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഫസ്റ്റ് ഡേ ഏതാണെന്ന് ഫിക്സ് ചെയ്യും. അത് ഫിക്സ് ചെയ്യാൻ ഈ രണ്ടാൾക്കാരും തയ്യാറല്ലാത്തിടത്തോളം കാലം എത്ര പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രണ്ടാളുകളെ ഒന്നിപ്പിക്കാൻ കഴിയുക? പറ്റുമോ? ഇല്ല. നമ്മുടെ പല പ്രശ്നങ്ങളും ഈ ഒരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. തെറ്റിപ്പോയത് എവിടെയെന്ന് എന്ത് ചെയ്യുന്നില്ല, തിരിണില്ല. ഉത്തരത്തിന്മേലാണ് എല്ലാവരും ഉള്ളത്. ഉത്തരം എന്താണ്? 2 കോലത്തിലാണ്. എന്താ 2 കോലം? ഒന്ന് 5 എന്നാണ്, ഒന്ന് 6 എന്നാണ്. ഇത് ശരിയാക്കാനാണ് ആൾക്കാർ കിടക്കുന്നത്. അതെങ്ങനെ ഇപ്പം 5 എന്ന് പറയാം? അത് ശരിയാവില്ലല്ലോ. അത് 6 തന്നെയാണല്ലോ. 5 എന്ന് പറഞ്ഞ ആള് 6 എന്ന് പറഞ്ഞ ആളുടെ അടിസ്ഥാനത്തിലല്ല ഉള്ളത്. 6 എന്ന് പറഞ്ഞ ആളുടെ അടിസ്ഥാനം വെച്ചിട്ട് 6 എന്ന ഉത്തരം ശരിയാണ്. 5 എന്ന് പറഞ്ഞ ആളുടെ അടിസ്ഥാനം വെച്ചിട്ട് അപ്പൊ ഇതിലെന്നാ തർക്കം വന്ന് സ്ഥിതിക്ക് അടുത്ത ചോദ്യം പിന്നെ അടിക്കുന്ന തോന്നുന്നത്. അടുത്ത മാസം 4-ാം തീയതിക്ക് ഇനി എത്ര ദിവസമുണ്ട്? ഉത്തരം പറയാൻ പറ്റാ, നിർബന്ധം. അല്ലെ ഞാൻ മതിയായി, ബാക്കി മൂല എടുത്തോളൂ, ഞാൻ പോകും.
അടുത്ത മാസം ഇതേതാ മാസം? ഇതേതാ മാസം? ഇതേതാ മാസം? ഷാബാൻ അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിച്ചത്രേ ഹജ്ജത്തുൽ വിദാഇൽ. ഇതേതാ നാട്? ഇതേതാ മാസം? ഇതേതാ ദിവസം എന്ന് അല്ലേ? ആ ചോദ്യത്തിൽ കാമ്പുണ്ട്. ആ ഉത്തരം റസൂൽ ഉദ്ദേശിച്ച ഉത്തരം ആകണേ വരെ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതുകൊണ്ട് ഇതേതാ മാസം? ഉറക്കെ പറയും. അതല്ലാത്ത ഉത്തരമുള്ളവരുണ്ടാ? ഇത് ഉള്ളവരുണ്ടെങ്കിൽ പറയണം. അല്ല ഇത് ഫെബ്രുവരി പറയാൻ പറ്റുമില്ല എന്നുള്ള നിങ്ങളല്ലേ നോക്കണ്ടേ? കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഫെബ്രുവരി. അപ്പൊ 2 മാസമായി. ചോദ്യം എന്താണ്? അടുത്ത മാസം 4-ാം തീയതി ഇനി എത്ര ദിവസമുണ്ട് അല്ലേ? ഈ പറഞ്ഞതിലെ ഈ മാസം എന്നുള്ള വാക്കില്ലേ, മാസം, അതെന്താണ്? അളവാണോ, തൂക്കമാണോ, എണ്ണമാണോ? മാസം എന്നത് അളവാണോ, തൂക്കമാണോ, എണ്ണമാണോ? ഹിസാബാണ് അല്ലേ? അളവാണോ തൂക്കാണോ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമാവണ്ട, ഹിസാബാണ്. ഞാൻ ചോദിക്കട്ടെ, ഹിസാബിൽ തന്നെ അത് അളവാണോ തൂക്കമാണോ? കയ്യിലാണോ വസനാണോ? അളവ് അല്ലേ? മാസം അളവ് 2ആവാൻ പാടില്ല. പിന്നെ അടി തീരുവോ അളവ് 2ആയ? ഞാൻ 1 മാസം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. താത്ത ഫെബ്രുവരിന്ന് മനസ്സിലാക്കി, മൂപ്പര് ഷാബാനെന്ന് മനസ്സിലാക്കി. എന്താ സംഭവിക്കുക? മൂപ്പര് 28 ദിവസം ചോറ് വരുള്ളൂ. മൂപ്പര് 29 ദിവസം 30 വേണമെന്ന് പിന്നെ ആലോചിക്കും അല്ലേ? ഞാൻ എന്തേ പറഞ്ഞുള്ളൂ? 1 മാസം. ഞാനൊരളവാ കൊടുത്തത്. ഞാനൊരളവ് തന്നാല് അത് 4 കോലത്തിൽ മനസ്സിലാകുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ? ഞാനൊരളവ് പറഞ്ഞാൽ ആ അളവിനെ 4 കോലത്തിൽ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? എക്കീനോടെ പറയണം, ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ജീവിച്ചൂടെ? ജീവിച്ചൂടെ? എന്താ എക്കീനില്ലാത്ത? എല്ലാവരും മുസ്ലിങ്ങളാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ജീവിച്ചൂടെ? ജീവിക്കാം. എന്താ എക്കീനില്ലാത്ത? എക്കീനോടെ പറയും ജീവിക്കാം. പക്ഷേ ഒരളവ് പറഞ്ഞാൽ അത് 4 കോലത്തിൽ മനസ്സിലാക്കുന്ന സമൂഹത്തിന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ 3ാമത്തെ വാചകം എന്തായാലും ഞാൻ 2 വാചകം പറഞ്ഞു. എല്ലാവരും മുസ്ലിങ്ങളാണെങ്കിൽ അവിടെ ജീവിക്കാം. ഒരളവ് പറഞ്ഞാൽ 4 കോലത്തിൽ മനസ്സിലാക്കുന്ന സമൂഹത്തിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ 3ാമത്തെ സെന്റൻസ് എന്താ? എല്ലാ മുസ്ലിങ്ങളും ഒരളവിനെ ഒരുപോലെയാണ് കാണുക അല്ലേ? അപ്പൊ കാണുകയോ ഇല്ല എന്നുള്ളതല്ലേ ചർച്ച. അങ്ങനെയാണ് കാണുക, കാണേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ. ഇതേപോലെ ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കിയാൽ എത്ര ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു ഇങ്ങനെ ആലോചിച്ചു. വെറുതെ വാട്സപ്പ് മനസ്സിൽ കൊണ്ടുവരിക, എന്നിട്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരെനിക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടോളേ മനസ്സിൽ. മൊബൈൽ പോക്കറ്റിൽ നിന്ന് എടുക്കണ്ട. എന്താ എന്തൊക്കെ പ്രായത്തിൻ്റെ എണ്ണവും കണക്കും ചർച്ചയാകുന്ന കുറേ ചോദ്യങ്ങൾ ഉള്ളിലുണ്ടാക്കിക്കോ, കഴിയുന്നത്ര ഉണ്ടാക്കിക്കോ. ഓക്കെ 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 സ്ക്രീനിൽ നോക്കി. നിങ്ങളിപ്പോ ഉള്ളിൽ അനുഭവിച്ച ഈ സന്ദർഭം ഉണ്ടല്ലോ, ഈ സന്ദർഭത്തെ ഖുർആൻ നിങ്ങളോട് ഇങ്ങനെ പറയും: ലിതഅലമു അദദസ്സിനീന വൽ ഹിസാബ്. നിങ്ങൾക്ക് ഉള്ളിൽ ഞാൻ ഈ വിട്ട 3 ചോദ്യം അല്ലാതെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഈ ചോദ്യങ്ങൾ നിങ്ങൾ തേടിയ ആ സന്ദർഭത്തെ ഖുർആൻ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു: ലിതഅലമു അദദസ്സിനീന വൽ ഹിസാബ്. അപ്പൊ മനസ്സിലായില്ലേ നമ്മൾ എവിടേക്കാണ് ഈ നുറുക്കൊക്കെ കൊടുത്തിരുന്നത്? അതത്
ഹിസാബ്, അളവ്, തൂക്കം, എണ്ണം, അതിനെ അറിയേണ്ടുന്നതിന് വേണ്ടി ലിതഅലമൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടുന്നതിന് വേണ്ടി. എന്ത്? പ്രായത്തിൻ്റെ, കാലത്തിൻ്റെ, വർഷത്തിൻ്റെ എണ്ണവും കണക്കും. നിങ്ങളുടെ ഉള്ളിൽ വന്ന ചോദ്യങ്ങളൊക്കെ തേടിയത് കാലത്തിൻ്റെ എണ്ണവും കണക്കുമല്ലേ? അല്ലേ? ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു സന്ദർഭം നേരിടാത്ത ആരെങ്കിലും ഉണ്ടാകും? ഉണ്ടോ? ജീവിതത്തിൽ കാലത്തിൻ്റെ എണ്ണമോ കണക്കോ